സോളാർ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇന്ററാക്സ് ഡിജിറ്റൽ ഹബിൽ ട്രിവാൻഡ്രം ടാക്സിഫൈ മാനേജിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ മൈട്രോ കമ്മോഡിറ്റീസ് ക്രിയേറ്റീവ് ഡിജിറ്റൽ സൊല്യൂഷൻസ് തിരുവനന്തപുരത്ത് വി ക്രിയേറ്റീവ്സ് ലൈവ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു. ക്രിയേറ്റീവ്സ് എന്നുള്ള ഒരു കമ്പനിയിലാണ്. ഇൻഫോടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇന്ററാക്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് കിട്ടിയിട്ടുള്ളത്. ലുമിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈട്രോ കമ്മോഡിറ്റീസ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് ആണ് കരിയർ. സോ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ഈ എൻ്റെ എത്തിക്കൽ ഹാക്കിങ്ങില് കരിയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതില് ലൈക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ തിയറി കവർ ചെയ്യുക. തിയറി അത്യാവശ്യം ആവശ്യത്തിലുള്ള തിയറീസ് ആണ് കവർ ചെയ്യുക. ഒരു 70-30 റേഷ്യോ ആണ് പ്രാക്ടിക്കൽ തിയറി നമ്മൾ വെച്ചിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത്. അതായത് 70% പ്രാക്ടിക്കലും 30% തിയറി. അത്യാവശ്യമുള്ള തിയറീസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ദെൻ പ്രാക്ടിക്കൽസ് ആയിരിക്കും കൂടുതലും. പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തരുന്ന പ്രാക്ടിക്കൽസ് കൂടുതലും ചലഞ്ച് ഓറിയന്റഡ് ആയിരിക്കും. ചലഞ്ച് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ എൻ്റർലി നിങ്ങൾക്ക് ഓരോ ചലഞ്ചസ് തരും. ആ ചലഞ്ചസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ മിഷൻസ് തരും, അതിനെ അറ്റാക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ചലഞ്ചസ് ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് തരിക, അല്ലെങ്കിൽ സ്കില്ല് ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ സ്കിൽ ഡെവലപ്മെന്റിലാണ്. ഓക്കെ, സോ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ഈസ് സെൽഫ് ലേണിംഗ് ആണ്. സെൽഫ് ലേണിംഗ് ഒരുപാട് ആവശ്യമുള്ള ഒരു ഫീൽഡാണ്. സെൽഫ് ലേണിംഗ് ഒരുപാട് ആവശ്യമുണ്ട്. സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ടറിന്റെ യാതൊരു ഹെൽപ്പ് ഇല്ലാണ്ട് തനിയെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സെൽഫ് ലേണിംഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയമേവ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് വന്നു. ചലഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു എറർ വന്നു, എന്ത് ചെയ്യണം? ആ എറർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ, ആ എറർ സ്വന്തമായിട്ട് റിസോൾവ് ചെയ്യാൻ തോന്നണം. അല്ലാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇൻസ്ട്രക്ടറെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിനകത്ത് ഫസ്റ്റ് കാര്യം. ഇൻസ്ട്രക്ടറിന്റെ ഹെൽപ്പ്, അതായത് എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് എന്നോട് ഹെൽപ്പ് ചോദിക്കാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കണം. സോ ആ ഒരു സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ക്യൂരിയോസിറ്റി. നിങ്ങൾ മാക്സിമം ക്യൂരിയസ് ആവും. അതായത് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആ ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കും. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പോഴുള്ള ക്യൂരിയോസിറ്റി ആയിരിക്കും ഇതിനകത്തെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. റൈറ്റ്, ആ ക്യൂരിയോസിറ്റി എന്നും എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ നമ്മുടെ കോഴ്സിൽ എൻ്റെ ഞാൻ ഒരു ഓവറോൾ ഐഡിയ തന്നാണ് കോഴ്സിനെ പറ്റി. ഇതിൽ പ്രാക്ടിക്കൽസിലേക്ക് വരും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. അതായത് നമ്മൾ കോഴ്സ് എടുക്കുമ്പോൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് പറയുന്ന പല ടെർമിനോളജീസ് ഉണ്ട്, പല ടേംസ് ആയിരിക്കും. ഈ ടേംസ് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും, ചിലപ്പോൾ പരിചിതമല്ലായിരിക്കും. എനിവേ, ഈ ടെർമിനോളജീസ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അത്യാവശ്യമുള്ള 2-3 ടെർമിനോളജി ഇപ്പോൾ പറയാം. ആഫ്റ്റർ ദാറ്റ് പിന്നെ അടുത്ത ഒരു ലെവലിലേക്ക് പോകും. അടുത്ത ലെവലിലേക്ക് നമ്മൾ നെറ്റ്വർക്കിംഗ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. നെറ്റ്വർക്കിംഗ് കൂടുതൽ പഠിക്കണം. എന്താണ് നെറ്റ്വർക്കിംഗ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് കൂടുതൽ മനസ്സിലാക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലിനക്സിന്റെ ബേസിക്സ് പഠിക്കണം. ലിനക്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ലിനക്സിന്റെ ഒരു ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന അത്യാവശ്യം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അത്യാവശ്യം യൂസ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർസും അത്യാവശ്യം വേണ്ട കുറച്ച് സോഫ്റ്റ്വെയർസ് ഞാൻ പറയാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ കാലി ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാലി ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെനിട്രേഷൻ ടെസ്റ്റിംഗ് അഥവാ എത്തിക്കൽ ഹാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കാലി ലിനക്സ് എന്നത്. ഇത് ഈ കോഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് വേണ്ടതാണ്. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങളൊരു വിൻഡോസ് മെഷീനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിർച്വൽ ബോക്സ് വേണം. വിർച്വൽ ബോക്സ് എന്നൊരു സോഫ്റ്റ്വെയർ, വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് ഒരേ സമയം നിങ്ങൾ ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വിർച്വൽ ബോക്സ് എന്ന് പറയുന്നത്. ഈ വിർച്വൽ ബോക്സ് എന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, ഈ വിർച്വൽ ബോക്സിലായിരിക്കും നിങ്ങൾ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ ഡയറക്റ്റ് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ബട്ട് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആ വിർച്വൽ ബോക്സിന്റെ ആയിരിക്കും. കാര്യം നമുക്കൊരു ലാബ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ള കാരണം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ നോട്ട് ടേക്കിങ്ങിന് വേണ്ട സോഫ്റ്റ്വെയർ ആണ്. നോട്ട് ടേക്കിങ്ങിന് വേണ്ട ഇതിന്റെയൊക്കെ ഒരു സ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അതിന്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. അത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എങ്ങനെയാണ് വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള പ്രോസസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനകത്ത് ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങളൊരു നോട്ട് ടേക്കിംഗ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നോട്ട് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കീപ് നോട്ട് എന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കീപ് നോട്ട് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ വൺ നോട്ട് അവൈലബിൾ ആണ്,
എവർനോട്ട് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് കീപ് നോട്ട് എന്ന സോഫ്റ്റ്വെയർ ആണ്. ഇനി ഇതല്ല സോഫ്റ്റ്വെയറിലല്ല നിങ്ങൾക്ക് ഒരു പേനയും ബുക്കും എഴുതാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. ബട്ട് നോട്ട് ടേക്കിംഗ് വളരെ മസ്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ പിന്നീട് ആവശ്യമുള്ളത് ഞാൻ അതിനനുസരിച്ച് പറയാം. ഇപ്പൊ ആവശ്യമുള്ള ഇത് രണ്ടുമാണ്. ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഡെമോൺസ്ട്രേഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒന്ന് കാലി ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, രണ്ട് വിർച്വൽ ബോക്സ് എന്ന ഓപ്പറേറ്റിംഗ് എന്ന സോഫ്റ്റ്വെയർ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഈ വിർച്വൽ ബോക്സിലേക്ക് കാലി ലിനക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ കാലി ലിനക്സും വിർച്വൽ ബോക്സും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലി ലിനക്സ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ഉണ്ട്. ഈ ഇൻസ്റ്റാളേഷൻ നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ബേസിക്കലി അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ബട്ട് അത് വളരെ എളുപ്പമുള്ള ഒരു ഇൻസ്റ്റാളേഷൻ ആണ്, അതുകൊണ്ടാണ് അത് ഞാൻ അസൈൻമെന്റ് തരുന്നത്. അപ്പൊ അത് അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവുക കീപ് നോട്ടിനെ പറ്റിയുള്ള ഡെമോൺസ്ട്രേഷൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കാലി ലിനക്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, വിർച്വൽ ബോക്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, വിർച്വൽ ബോക്സിലേക്ക് കാലി ലിനക്സ് എങ്ങനെ ആഡ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കാലി ലിനക്സ് ആണ് ഡൗൺലോഡ് ചെയ്യാനായി. ഫസ്റ്റ് കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോവുക. കാലി ലിനക്സ് എന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. വെബ്സൈറ്റ് kali.org എന്നാണ് വെബ്സൈറ്റ് കേട്ടോ. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്കത് കിട്ടും. കാലി ലിനക്സ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്. കാരണം അവരുടെ ഹോം പേജ് കാലി ലിനക്സിൻ്റെ ഹോം പേജ് വെബ്സൈറ്റ് നിങ്ങൾക്കിവിടെ കാണാം. kali.org എന്നതാണ് വെബ്സൈറ്റ്. ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കാലി ലിനക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഡൗൺലോഡ് കാലി ലിനക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വിർച്വൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതിനായിട്ട് വേറൊരു പാക്കേജ് ഉണ്ട്, അത് പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ജനറൽ പാക്കേജിനെ പറ്റി നോക്കാം. 3 പാക്കേജ് എന്നുള്ളത് മെയിൻലി. ഫസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് കാലി ലിനക്സ് 64-bit ഇൻസ്റ്റാളർ, ദെൻ 32-bit ഇൻസ്റ്റാളർ, 64-bit ലൈവ്, 32-bit ലൈവ്, 64-bit നെറ്റ് ഇൻസ്റ്റാളർ, 32-bit നെറ്റ് ഇൻസ്റ്റാളർ. ഇത്ര ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, ഇനി ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് ഏതാ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ കാലി ലിനക്സ് 64-bit ഇൻസ്റ്റാളർ. ഇത് നമ്മളുടെ നോർമൽ ISO ഫയലാണ് കാലി ലിനക്സിൻ്റെ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇവിടെ കാലി ലിനക്സിൻ്റെ ISO ഫയൽ കിട്ടും. ISO ഫയൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ISO ഫയലാണ് ബേസിക്കലി ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ISO ഫയൽ, ISO ഇമേജ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ISO ഫയൽ ഒരു ISO ഇമേജ് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമുക്ക് അവൈലബിൾ ആകുന്ന ISO.ISO എക്സ്റ്റൻഷനിലാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 ഓപ്ഷനാണ്. കാലി ലിനക്സിൻ്റെ 64-bit 32-bit. 64-bit 32-bit എന്താണെന്ന് നമുക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം, കുഴപ്പമുള്ള കാര്യമല്ല. സോ ബേസിക്കലി ഈ 64-bit 32-bit എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സിസ്റ്റം ഇതിൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണമല്ലോ. സോ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ 64-bit ആണോ 32-bit ആണോ നിങ്ങളുടെ സിസ്റ്റം എന്ന് മനസ്സിലാക്കാനായിട്ട് വിൻഡോസ് യൂസേഴ്സ് ഇവിടെ ദിസ് PC എടുത്തു കഴിഞ്ഞാൽ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഈ ഓപ്ഷൻ അറിയാമല്ലോ. ഇവിടെ ദിസ് PCയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും. പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ സിസ്റ്റം ടൈപ്പ് 64-bit എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവിടെ 32 ആണ് 32-bit എന്ന് എഴുതും. ഓക്കെ, ഇങ്ങനെ 64 ആണ് 32-bit ആണെന്ന് കണ്ടുപിടിക്കാം. നിങ്ങളുടെ സിസ്റ്റം ഏതാണോ 64-bit ആണോ 32-bit ആണോ എന്ന് നോക്കിയിട്ട് അതിൽ ഏതാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. 32-bit ആണ് ഇത് ഡൗൺലോഡ് ചെയ്യുക, 64 ആണ് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ള 2 ഇമേജസ് എന്താണെന്ന് നോക്കാം. ഇതൊന്ന് കാലി ലിനക്സ് 64-bit ലൈവും 32-bit ലൈവാണ്. ഈ ലൈവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെൻഡ്രൈവ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് സിസ്റ്റത്തിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സിസ്റ്റത്തിലെ ഹാർഡ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നമുക്കൊരു പെൻഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേറൊന്നും വേണ്ട, പെൻഡ്രൈവിനകത്ത് ഇത് ബൂട്ടബിൾ ആയിട്ട് റൈറ്റ് ചെയ്യണമെന്ന് മാത്രം ഒരു കൺസെപ്റ്റേ ഉള്ളൂ. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ കാലി ലിനക്സ് 64-bit നെറ്റ് ഇൻസ്റ്റാളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 32-bit നെറ്റ് ഇൻസ്റ്റാളർ. നെറ്റ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള യാതൊരുവിധ പാക്കേജുകൾ അഡീഷണൽ സോഫ്റ്റ്വെയർസ് ഒന്നും ഉണ്ടാവില്ല. ബേസിക് സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാം അഡീഷണലി ഇൻസ്റ്റാൾ ചെയ്യണം. ബേസിക്കലി ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ഉണ്ടാവും, ഇൻസ്റ്റലേഷൻ മാത്രമേ നടക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ പാക്കേജും നിങ്ങൾ മാനുവലി അഡീഷണലി ഇൻസ്റ്റാൾ ചെയ്യണം. അത് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ കാര്യം. നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണല്ലോ, നിങ്ങൾ പതിയെ പഠിച്ച് അത്യാവശ്യം ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അതുവരെ നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു ഇത് ഡൗൺലോഡ് ചെയ്താൽ നോർമൽ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഇനി വിർച്വൽ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റലേഷൻ എന്നൊരു തലവേദന ഒഴിവാക്കാൻ പറ്റും. അവിടെയായിട്ട് ഇവിടെ താഴെ നമുക്ക് കുറേ ഇമേജസ് കാണാം. 64-bit VMware PAE, വിർച്വൽ ബോക്സ് 32-bit PAE,
വിർച്വൽ ബോക്സ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന വിർച്വൽ ബോക്സ് എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഡൗൺലോഡ് കാലി ലിനക്സ് വിർച്വൽ ഇമേജസ്. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. കാലി ലിനക്സ് VMware ഇമേജസ്, കാലി ലിനക്സ് വിർച്വൽ ബോക്സ് ഇമേജസ്, കാലി ലിനക്സ് ഹൈപ്പർ-വി ഇമേജസ്. ഇതൊക്കെ പലതരത്തിൽ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നത് വിർച്വൽ ബോക്സ് എന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഇവിടെ 32-bit ഓപ്പറേഷൻ ഡൗൺലോഡ് ചെയ്യാനും പറ്റും, 64 ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് 64-bit ആണോ 32-bit ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റം ഏതാണോ അതിനനുസരിച്ച് വേണം ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു .ovf ഫയലായിരിക്കും. OVF ഫയൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. OVF ഫയൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ വിർച്വൽ അപ്ലയൻസസ് ഓർ ആപ്ലിക്കേഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ OVF ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റലേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. നിങ്ങൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ജോലി മാത്രം നിങ്ങൾക്കുള്ളൂ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. സോ അങ്ങനെ കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്യാം. കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്ത് ISO ഫയൽ ആണെങ്കിൽ ISO ഫയൽ വെച്ച് ഇത് ഡൗൺലോഡ് ചെയ്യും. ഇപ്പോൾ OVF ഫയൽ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ വിർച്വൽ ബോക്സ് ഒരു ഇൻസ്റ്റാളേഷനേ ഉള്ളൂ. ISO ഫയൽ ആണെങ്കിൽ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയർ കാണിച്ചു തരും. ഫസ്റ്റ് വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്യണം. വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർ വെബ്സൈറ്റിൽ പോകുക. virtualbox.org ഇതാണ് വിർച്വൽ ബോക്സിൻ്റെ വെബ്സൈറ്റ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വിർച്വൽ ബോക്സിൻ്റെ ഒരു ഹോം പേജ് കാണാം. ഈ ഹോം പേജിൽ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് വിർച്വൽ ബോക്സ് 6.1. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ഡൗൺലോഡ് പേജിലേക്കായിരിക്കും പോവുക. ഈ ഡൗൺലോഡ് പേജിൽ വിൻഡോസ് ഹോസ്റ്റ്, OS X, ലിനക്സ്, സൊലാരിസ് ഒക്കെ ഉണ്ട്. നമ്മൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് സെലക്ട് ചെയ്യുക, ലിനക്സ് ആണെങ്കിൽ ലിനക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വിർച്വൽ ബോക്സിനെ കോൺഫിഗർ ചെയ്യുക. വിർച്വൽ ബോക്സിലേക്ക് കാലി ലിനക്സിനെ കൊണ്ടുവരണമല്ലോ, അതാണ് ഞാൻ അടുത്തൊരു ജോലി. വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതാണ് വിർച്വൽ ബോക്സ്. ജസ്റ്റ് എനിക്ക് ആവശ്യമില്ലാത്ത പറഞ്ഞാണ് ഞാനത് റിമൂവ് ചെയ്തത്. സോ ഓക്കെ, വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ സൈഡിലുള്ള ഇതൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ ആഡ് ചെയ്ത വിർച്വൽ മെഷീൻസ് ആണ്. നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പേര് ചോദിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം VM, HA Infinity Zone, Me and My Girlfriend, ബേസിക് പെൻ ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേര് കാണുന്നില്ല. ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കാലി ലിനക്സ് ടെസ്റ്റ് എന്ന് കൊടുക്കും. ടെസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഈ വിർച്വൽ മെഷീൻ ഏത് ഫോൾഡറിലാണോ സേവ് ആവേണ്ടത് അത് സെലക്ട് ചെയ്യാം. ബേസിക്കലി ഇങ്ങനൊരു ഡിഫോൾട്ട് ഫോൾഡർ കാണും. അല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറ്റി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് അതേഴ്സ് ക്ലിക്ക് ചെയ്യുക. അതേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ലൊക്കേഷൻ അത് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വിർച്വൽ മെഷീൻ ഒരു ഡ്രൈവ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ഫോൾഡർ കൊടുക്കും. ദെൻ ഇവിടെ ലിനക്സ് എന്ന ടൈപ്പ് ലിനക്സ് സെലക്ട് ചെയ്യുക. വേർഷൻ്റെ അവിടെ DBA എന്ന് പറഞ്ഞിട്ടൊരു വെർഷൻ ഉണ്ട്. Debian എന്ന വെർഷനിൽ 32 ആണോ 64-bit ആണോ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യും. ഞാൻ 64-bit ചൂസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ RAM ആണ്. നിങ്ങൾ എത്ര RAM ആണ് നിങ്ങളുടെ ഈ കാലി ലിനക്സ് എന്ന മെഷീന് RAM എത്ര കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് കൊടുക്കണം. അപ്പോൾ ഇവിടെ RAM കൊടുക്കാനായിട്ട് നമ്മൾ ലൈക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇപ്പോൾ ഇത് ഞാനിപ്പോൾ 4 GB കൊടുക്കുന്നു. എൻ്റെ 8 GB ആണ് എൻ്റെ ഇൻറ്റേർണൽ RAM. സോ ഞാൻ 4 GB കൊടുത്തു. ദെൻ നെക്സ്റ്റ് പ്രസ് ചെയ്യും. ഇവിടെ ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ചോദിക്കുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഡു നോട്ട് ആഡ്, ക്രിയേറ്റ് എ വിർച്വൽ ഹാർഡ് ഡിസ്ക് നൗ, യൂസ് ആൻ എക്സിസ്റ്റിംഗ്. നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ വിർച്വൽ ഹാർഡ് ഡിസ്ക് നൗ കൊടുക്കുക. ഡു നോട്ട് ആഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്തായാലും നമ്മൾ ഒരിക്കൽ ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ക്രിയേറ്റ് എ വിർച്വൽ ഹാർഡ് ഡിസ്ക് നൗ കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഏത് ടൈപ്പ് ഹാർഡ് ഡിസ്ക് വേണമെന്ന് ചോദിക്കും. 3 ടൈപ്പ് ഉണ്ട്. ഈ 3 ടൈപ്പ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. വിർച്വൽ ബോക്സ് ഡിസ്ക് ഇമേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് പ്രസ് ചെയ്യാം. ദെൻ അടുത്തൊരു ചോദ്യമാണ് ഡൈനാമിക്കലി അലോക്കേറ്റഡ് ഓർ ഫിക്സഡ് സൈസ്. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ദെൻ ഡൈനാമിക്കലി അലോക്കേറ്റഡ് ആണ് ചൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്. അടുത്തത് നമ്മളുടെ ഹാർഡ് ഡിസ്കിന് എത്ര സ്പേസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എനിക്ക് ഇഷ്ടമുള്ളത്ര സ്പേസ് എനിക്ക് കൊടുക്കുക. ഞാൻ 59 GB കൊടുക്കും. ഇഷ്ടമുള്ളത്ര കൊടുക്കാം കേട്ടോ. ദെൻ ക്രിയേറ്റ്. ഓക്കെ, ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്കിവിടെ പുതുതായിട്ടൊരു മെഷീൻ ആഡ് ചെയ്തു, കാലി ലിനക്സ് ടെസ്റ്റ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. RAM ഒക്കെ കൊടുത്തു, ഹാർഡ് ഡിസ്ക് കൊടുത്ത് ഒരു കമ്പ്യൂട്ടർ പോലെ ക്രിയേറ്റ് ചെയ്തു. ഇനി കമ്പ്യൂട്ടർ റൺ ചെയ്യാനൊരു സോഫ്റ്റ്വെയർ വേണം. ആ സോഫ്റ്റ്വെയർ ആണ് നമ്മളുടെ ഈ കാലി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ കാലി ലിനക്സിനെ നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യണം. അടുത്തൊരു ജോലി. ഇവിടെ സെറ്റിങ്സ് പ്രസ് ചെയ്യുക. സെറ്റിങ്സ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, കൺട്രോളർ ID, കൺട്രോളർ SATA.
കൺട്രോൾ ഐഡിയയിൽ MT എന്നായിരിക്കും കിടക്കുക. ഈ MTയിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒപ്റ്റിക്കൽ ഡ്രൈവിൻ്റെ ഏറ്റവും അറ്റത്തതാ ഇവിടെ ഒരു CD ഉണ്ട് കേട്ടോ. ഈ CD ബട്ടണിൽ പ്രസ് ചെയ്യുക. ചൂസ് വിർച്വൽ ഒപ്റ്റിക്കൽ ഡിസ്ക് ഫയൽ, ഈ ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ISO എവിടെയാണോ കിടക്കുന്നത് ആ ISOയിലോട്ട് ജസ്റ്റ് ഒന്ന് പോവുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് എൻ്റെ ISO. സോ ഞാൻ ISO ക്ലിക്ക് ചെയ്തു, ഓപ്പൺ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വിർച്വൽ മെഷീൻ എനിക്ക് ഓണാക്കി കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്ക് കാലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്കിവിടെ ഇൻസ്റ്റലേഷൻ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി ഇൻസ്റ്റലേഷൻ നിങ്ങൾ ചെയ്യുക. ഇൻസ്റ്റലേഷൻ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, സോ അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ Kali Linux ആൻഡ് വിർച്വൽ ബോക്സ് കോൺഫിഗറേഷൻ. ഓക്കെ ഓക്കെ, നമ്മളിപ്പോ Kali Linuxും വിർച്വൽ ബോക്സും തമ്മിൽ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷൻ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കീപ് നോട്ട് എന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനിലേക്ക് പോകാം. കീപ് നോട്ട് എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷനും അതിൻ്റെ അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ള ബേസിക് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് കീപ് നോട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. കീപ് നോട്ട്, സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കീപ് നോട്ട് വന്നു. കീപ് നോട്ട് കിട്ടും. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്, keepnote.org. കുറച്ച് പഴയതാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് യാതൊരുവിധ പ്രശ്നമില്ലാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡിന് ഓരോ ഓപ്ഷൻ ഉണ്ട്. താഴേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള ഡൗൺലോഡ് ഇവിടെ അവൈലബിൾ ആണ്. വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ വിൻഡോസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ലൈക്ക് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റലേഷൻ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കീപ് നോട്ട് ഓപ്പൺ ചെയ്ത് കീപ് നോട്ടിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കീപ് നോട്ടിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് കീപ് നോട്ടിൻ്റെ ബേസിക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഫയലിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ന്യൂ നോട്ട്ബുക്കിൽ ക്ലിക്ക് ചെയ്യുക, ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ടെസ്റ്റ് നോട്ട്ബുക്ക് എന്ന് കൊടുക്കും. ടെസ്റ്റ് നോട്ട്ബുക്ക് എനിക്ക് ഇഷ്ടമുള്ള എവിടോട്ടാണോ സേവ് ചെയ്യേണ്ടത് അവിടോട്ട് സേവ് ചെയ്യുക. ന്യൂ കൊടുക്കും, ക്രിയേറ്റഡ് ആവും. സോ ഇവിടെ ടെസ്റ്റ് നോട്ട്ബുക്ക് എന്ന പേരിലൊരു സാധനം ക്രിയേറ്റഡ് ആയി. അതിനകത്ത് എനിക്ക് ഇവിടെ വേണമെങ്കിൽ ഫയൽസ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൊഡ്യൂൾ 1 ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാം, ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇൻട്രോ, ഹലോ. എനിക്ക് വേണമെങ്കിൽ ഇനിയും ഇവിടെ അഡീഷണൽ പേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പേജ് പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. വാട്ട് ഈസ് ജസ്റ്റ് ചുമ്മാ ക്രിയേറ്റ് ചെയ്താൽ ഹലോ. ഓക്കെ, സോ ലൈക്വൈസ് എനിക്കിങ്ങനെ അതിനകത്തേക്ക് മൊഡ്യൂൾസും അതിൻ്റെ കറസ്പോണ്ടിങ് ഫോൾഡേഴ്സിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വേയിൽ ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ, ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് നോട്ട് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുക. കാര്യം നിങ്ങൾക്ക് നോട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ മാത്രമല്ല, ഇപ്പോൾ ഈ പഠിക്കുന്ന യൂസേജിന് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ റെഫർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും നോട്ട്. സോ നോട്ട് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ആവശ്യത്തിനുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ നൗ ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഹാക്കിംഗ്. ഇവിടെ തൊട്ട് നിങ്ങൾക്ക് നോട്ട് ടേക്ക് ചെയ്ത് തുടങ്ങാം. എന്താണ് ഹാക്കിംഗ്? നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഹാക്കിംഗ്, ഫേസ്ബുക്ക് ഹാക്കിംഗ്, ബാങ്കിൽ പൈസ ഹാക്ക് ചെയ്തെടുത്തു, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ന്യൂസ് ചാനലുകളിലുമായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് നമ്മുടെ കേരളത്തിലാണ് ഡാറ്റാ സുരക്ഷയെ പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് എ സെക്യൂരിറ്റി വീക്ക്നെസ് ഓർ വൾനറബിലിറ്റി ടു ഗെയിൻ ആൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു എ സിസ്റ്റം ആൻഡ് ടു സ്റ്റീൽ ദ പേഴ്സണൽ ഡാറ്റാസ് ഇൻസൈഡ് ദ സിസ്റ്റം. അതായത് ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് അല്ലെങ്കിൽ വൾനറബിലിറ്റി യൂസ് ചെയ്ത് ഒരു സിസ്റ്റത്തിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഗെയിൻ ചെയ്യുകയും ആ സിസ്റ്റത്തിലുള്ള പേഴ്സണൽ ഫയൽസ് കളക്ട് ചെയ്യും, ആ സിസ്റ്റത്തിലുള്ള പേഴ്സണൽ ഫയൽസ് ലൈക്ക് സ്റ്റീൽ ചെയ്യും, മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആണെങ്കിൽ ഈ കോഴ്സ് നമ്മൾ എങ്ങനെ പഠിക്കും? ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്?
റൈറ്റ്? ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന കൺസെപ്റ്റ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന കൺസെപ്റ്റ് ഈ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ്. അതായത് ഒരു സെക്യൂരിറ്റി വൾനറബിലിറ്റി അല്ലെങ്കിൽ വീക്ക്നെസ് കണ്ടുപിടിച്ച് ആ സിസ്റ്റത്തിനകത്തേക്ക് കയറി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ്, അൺഓതറൈസ്ഡ് അല്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ് ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വിളിക്കുക. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഒരു വൾനറബിലിറ്റി, എന്താണ് ഒരു സെക്യൂരിറ്റി വീക്ക്നെസ്, എന്താണ് ഒരു വൾനറബിലിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി വീക്ക്നെസ് എന്ന ചോദ്യത്തിന് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ അതിനുള്ള ഉത്തരം കണ്ടെത്താം. നിങ്ങളുടെ വീടിനെ പറ്റി ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ വീട്, ഇപ്പൊ നിങ്ങളുടെ വീട്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റൽ, എനിത്തിങ് ലൈക്ക് ആ ഒരു ബിൽഡിങ്ങിന് അതിന് ചുറ്റും നമ്മളൊരു മതിൽ കെട്ടിയിട്ടുണ്ട് അല്ലെ. ചുറ്റുമുള്ള ഈ മതിലിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മളുടെ വീടിന് ഒരു പ്രൊട്ടക്ഷൻ തരിക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ മതിലിന് ഒരു ഗേറ്റും ഉണ്ടാവും, റൈറ്റ്? ആ ഗേറ്റിൽ കൂടെ ഒരു അറിയാവുന്ന ഒരാൾക്ക്, അതായത് നമ്മളുടെ ഭാഷയിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കയറി വരാൻ പറ്റും. അതാണ് മതിലിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇനി ഇവിടെ എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റിയും വീടും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് പറയാം. സോ ഇവിടെ ഒരു കള്ളനെ പറ്റി ആലോചിക്കുക. ഒരു കള്ളൻ വരികയാണ്, ആ കള്ളന് കയറാൻ എത്ര വഴികളുണ്ട്? 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് മതിൽ ചാടാം, അല്ലെങ്കിൽ ഗേറ്റിന്റെ പൂട്ട് തല്ലി പൊളിക്കാം, അല്ലെങ്കിൽ ഗേറ്റ് ചാടാം, റൈറ്റ്? അങ്ങനത്തെ ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ, റൈറ്റ്? ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ കീപ് ഇറ്റ് അസൈഡ്. ഇനി ഒരു ദിവസം ഒരു മഴ പെയ്തു എന്ന് കരുതുക. ഈ മഴ പെയ്തപ്പോൾ ഈ മതിലിന്റെ ഒരു ചെറിയ പോർഷൻ ഇളകി വീണുപോയി. ഇപ്പൊ കള്ളൻ എന്തായി? പുതിയൊരു എൻട്രി പോയിന്റ് കിട്ടി. പുതിയൊരു എൻട്രി പോയിന്റ് എന്ന് വെച്ചാൽ അയാൾക്ക് മതിൽ ചാടേണ്ട ആവശ്യമില്ല, ഗേറ്റിന്റെ പൂട്ടുതൽ പൊളിക്കേണ്ട ആവശ്യമില്ല, ഗേറ്റ് ചാടേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല, ബുദ്ധിമുട്ടില്ല. അതുവഴി ഞാൻ കയറി പോയാൽ മതി. സോ കള്ളൻ എന്തായി? കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി. ഇവിടെ നമുക്ക് ഉണ്ടായ കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മളുടെ വീടിന്റെ പ്രൈമറി സെക്യൂരിറ്റി ആയിരുന്ന മതില് എന്ന സെക്യൂരിറ്റിക്ക് എന്ത് സംഭവിച്ചൊരു ഒരു വീക്ക്നെസ് സംഭവിച്ചു, റൈറ്റ്? അതായത് ആ മതിൽ പൊളിഞ്ഞു വന്ന ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് ആണ്, ആ സെക്യൂരിറ്റിയിൽ ഉണ്ടായ ഒരു വീക്ക്നെസ് ആണ്. ഈ വീക്ക്നെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൾനറബിലിറ്റി. ഓക്കെ, ഇതേ കാര്യം കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് സെക്യൂരിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സെക്യൂരിറ്റീസിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്ന ചെറിയൊരു മിസ്റ്റേക്ക്, അതിനെയാണ് സെക്യൂരിറ്റി വീക്ക്നെസ് അല്ലെങ്കിൽ വൾനറബിലിറ്റി നമുക്ക് വിളിക്കാൻ കഴിയുക. ആ വൾനറബിലിറ്റി യൂസ് ചെയ്ത് അറ്റാക്കറിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിസ്റ്റത്തിനകത്തേക്ക് കയറാൻ പറ്റും. ആ ഓരോ വൾനറബിലിറ്റിയും ആ വൾനറബിലിറ്റി എന്ത് സെക്യൂരിറ്റി വീക്ക്നെസ് ആണ് എന്നതിനെ ബേസ് ചെയ്തിരിക്കും അതിനകത്ത് കിട്ടുന്ന ആക്സസ്. ബട്ട് അറ്റാക്കറെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ പറയുന്ന വൾനറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഹാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളൊരു 1 ക്ലിക്ക് ബട്ടണിലോ അല്ലെങ്കിൽ 1 ക്ലിക്കിലോ നടക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് അതിനകത്ത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പ്രൊസീജിയേഴ്സിനെ നമ്മൾ 5 ഫേസസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 5 ഫേസസ് ആണ് ഹാക്കിങ്ങിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത്, ഹാക്കിംഗ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ 5 ഫേസസ് ആണ്. ഫസ്റ്റ് ഫേസ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ത് സംഭവിക്കുക? നമ്മളുടെ വിക്ടിം അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റിനെ പറ്റിയുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്. മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വെച്ചിട്ട് അതിന്റെ ടെക്നിക്കൽ ഇൻഫർമേഷൻ കളക്ഷൻ നടത്തുന്നു. ഓക്കെ, ഇൻഫർമേഷൻ ഗ്യാതറിംഗിന്റെ ബേസിക്സ് എന്താണ്? ബേസിക്കലി ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആയിട്ടുണ്ട്. ബേസിക്കലി ഇൻഫർമേഷൻ അതായത് നമുക്കൊരു ഓവറോൾ ഐഡിയ നോക്കാം. അപ്പൊ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വിക്ടിമിനെ പറ്റിയുള്ള നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള, ടെക്നിക്കൽ അല്ലാത്ത ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഒരു കമ്പനിയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര്, ആ കമ്പനിയുടെ CEO, ചെയർമാൻ, MD, ഡയറക്ടേഴ്സ്, അവിടുത്തെ എംപ്ലോയീസിന്റെ എണ്ണം, അതുപോലെ അതിന്റെ ഫിസിക്കൽ ലൊക്കേഷൻ, അങ്ങനെയുള്ള നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ആണ് ഫസ്റ്റ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് നമ്മൾ കൂടുതൽ കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഒരു നെറ്റ്വർക്ക് സ്കാനിങ് നടത്തും. ഓക്കെ, നെറ്റ്വർക്ക് സ്കാനിങ് അല്ലെങ്കിൽ സ്കാനിങ് നെറ്റ്വർക്ക്സ് എന്ന് പറയാം. ഓക്കെ, ബോത്ത് സെയിം. സോ നെറ്റ്വർക്ക് സ്കാനിങ് നടത്തുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളക്ട് ചെയ്ത നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻ വെച്ച് ഇവരുടെ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് കൂടുതൽ ക്യാപ്ചർ ചെയ്യും. കൂടുതൽ കളക്ട് ചെയ്തതിന് ശേഷം ആ നെറ്റ്വർക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് നോൺ ടെക്നിക്കൽ ഡീറ്റെയിൽസ് രണ്ടും ഒരുമിച്ച് വെച്ച് എന്ത് ചെയ്യാം? ആ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ വെബ്സൈറ്റില് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തായാലും സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റം അതിൽ ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. ഈ ഒരു പ്രോസസ്സാണ് നെറ്റ്വർക്ക് സ്കാനിങ് നടക്കുക. അതിൽ ആ ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേര് വൾനറബിലിറ്റി അനാലിസിസ് എന്നാണ്. വൾനറബിലിറ്റി അനാലിസിസ്. ഈ വൾനറബിലിറ്റി അനാലിസിസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ആണ് ഇതുവഴി നമുക്ക് കയറാൻ പറ്റും. ഏതാണ് ഈ സിസ്റ്റത്തിനകത്തേക്ക് കയറാനുള്ള എന്റെ എൻട്രി പോയിന്റ്? ഇതെനിക്ക് കിട്ടും. സോ ആ എൻട്രി പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഈ എൻട്രി പോയിന്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം.
എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ ആ ടേമിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കോഡാണ്, ഒരു പീസ് ഓഫ് സ്നിപ്പറ്റ്, ഒരു പീസ് ഓഫ് കോഡാണ്, അല്ലെങ്കിൽ സ്നിപ്പറ്റ് ഓഫ് കോഡാണ്. ഈ കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കണ്ടുപിടിച്ച സെക്യൂരിറ്റി വൾനറബിലിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി വീക്ക്നെസ്സിനെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ സെക്യൂരിറ്റി വീക്ക്നെസ്സിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും, ചൂഷണം ചെയ്യാൻ കഴിയും. ചൂഷണം ചെയ്ത് നമുക്ക് ആ സിസ്റ്റത്തിനകത്തേക്ക്, ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തേക്ക് കയറാൻ സാധിക്കും. ഇതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്രയുമാണ് ഒരു ഹാക്കിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിനകത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ഈ പ്രൊസീജിയേഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. അതാണ് വരും ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുക. സോ അപ്പൊ നിങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതാണ് ബേസിക് ഹാക്കിങ്ങിന്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹാക്കിങ്ങിന്റെ ഒരു ഫേസസ് എന്ന് പറയുന്നത്. ഇനി 2 ഫേസസ് ഉണ്ട്, അതിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് ഹാക്കിങ്ങിന്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലിയർ ആയെന്നാണ് എന്റെ വിശ്വാസം. ഹാക്കിങ്ങിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നൗ അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മളിപ്പോ ഹാക്കിംഗ് നോക്കി, വൾനറബിലിറ്റി നോക്കി, എക്സ്പ്ലോയിറ്റ് നോക്കി, ഹാക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മളുടെ വീടിലേക്ക് തിരിച്ചു പോവാം. വീടിന്റെ ഓപ്ഷനിലേക്ക്, വീടിന്റെ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോവാം. ആ വീടിന്റെ എക്സാമ്പിളിൽ നിങ്ങൾക്കറിയാം, അവിടെ ഒരു കള്ളന് മതിൽ പൊളിഞ്ഞാൽ മാത്രമല്ല കയറാൻ പറ്റും, മതില് ചാടിയും കയറാം. മതിൽ ചാടി കയറുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് ഉണ്ടാവുന്നുണ്ടോ? മതിൽ എന്ന സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവുന്നുണ്ടോ? ഒബ്വിയസ്ലി ദ ആൻസർ ഈസ് നോ. കാര്യം മതിലിന് യാതൊരു പ്രശ്നമില്ല. മതിലിനെ ആര് ബൈപ്പാസ് ചെയ്യുന്നു? കള്ളം ബൈപ്പാസ് ചെയ്യുന്നു. ദ സെയിം വേ സിസ്റ്റത്തിലും ഇതേ പ്രോസസ്സ് നടക്കും. അതായത് കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യത്തിലും ഇതേ പ്രോസസ്സ് ഓക്കെയാണ്, നടക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ്? ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ്. അതായത് സെക്യൂരിറ്റീസിനെ യാതൊരു പ്രശ്നമില്ലാണ്ട് ബൈപ്പാസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഹാക്കിംഗ് ഇൻ ടു ഹ്യൂമൻ മൈൻഡ്. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അറ്റാക്ക് ചെയ്ത് കയറുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഹാക്കിംഗ് ഇൻ ടു ഹ്യൂമൻസ് മൈൻഡ്. അതായത് മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് അവന്റെ പേഴ്സണൽ ഡാറ്റാസ് കളക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ ബാങ്കിൽ നിന്ന് വരുന്ന കോളുകളിൽ എന്തുണ്ട്? സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്ന് വരുന്ന കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എന്ത് സംഭവിക്കുക? ബാങ്കിൽ നല്ല വിളിക്കുന്നത് ഒരു അറ്റാക്കറാണ് വിളിക്കുന്നത്. അറ്റാക്കർ എന്താണ്? അയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ചെയ്യുന്നത്. 2019 വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ക്രൈം ഉണ്ട് ഇതുമായിട്ടുള്ള. ഏകദേശം 9 ലക്ഷത്തോളം രൂപ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് അറ്റാക്കേഴ്സ് കളക്ട് ചെയ്യണ്ടേ. 9 ലക്ഷത്തോളം രൂപ ഒരു ബാങ്ക് മാനേജർ എന്ന രീതിയിൽ വിളിച്ച് അറ്റാക്കർ എന്ത് ചെയ്തു? അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപയാണ് എടുത്തത്. 9 ലക്ഷം രൂപ ചെറിയ എമൗണ്ട് അല്ല. സോ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അറ്റാക്ക് എപ്പോഴും വളരെയധികം നമ്മൾ എത്രയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? ഹ്യൂമൻ മൈൻഡിലാണ്. അതായത് മനുഷ്യനാണ് ഇവിടെ വൾനറബിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അതെ, നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള എന്തൊരു വൾനറബിലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ പാച്ച് ചെയ്യാൻ പറ്റും, അതായത് അതിനെ ഇല്ലാണ്ടാക്കാൻ കഴിയും. നമുക്കത് ഏത് കോഡിലാണോ അല്ലെങ്കിൽ ആ കോഡിന്റെ ഏത് പാർട്ടിലാണോ ഇഷ്യൂ ഉണ്ടായത് അത് നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആണ്. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഹ്യൂമൻ എറേഴ്സ് അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇന്നും ഹാക്കിംഗ് എന്ന കൺസെപ്റ്റ് ഇപ്പോഴും പോസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വളരെയധികം അറ്റാക്കുകൾ, ഇപ്പൊ കൂടുതൽ ഫേസ്ബുക്ക് അറ്റാക്കുകളൊക്കെ ഇത് തന്നെയാണ് പ്രോസസ്സ് സംഭവിക്കുന്നത്. ബേസിക്കലി എല്ലാത്തിലും ഈ ഒരു പ്രോസസ്സാണ് സംഭവിക്കുക. സോ ഹ്യൂമൻ എറേഴ്സ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫണ്ണി ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹാക്കിംഗ് ഈസ് നോട്ട് എ മാജിക്, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആൻഡ് നോളജ് എന്ന് പറയാം. അത് നോളജും സോഷ്യൽ എഞ്ചിനീയറിംഗ്, ആളോട് നല്ല രീതിയിൽ സൂത്തിങ് ആയിട്ട് സംസാരിക്കാനുള്ള കഴിവും അറിവും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും ഹാക്കിംഗ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പറഞ്ഞു പറ്റിച്ച് ഈ സെക്യൂരിറ്റീസിനെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ഒരു സിസ്റ്റത്തിനകത്തേക്ക് കയറണമെങ്കിൽ 2 വഴികളാണുള്ളത്. ഒന്ന്, അയാൾക്ക് ആ വൾനറബിലിറ്റീസിനെ യൂസ് ചെയ്യാം. 2, അയാൾക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന കൺസെപ്റ്റിനെ യൂസ് ചെയ്യാം. ഇതിൽ ഏത് യൂസ് ചെയ്ത ഒരു അറ്റാക്കറിന് സിസ്റ്റത്തിനകത്തേക്ക് കയറാൻ പറ്റും. അല്ലാണ്ട് ഒരാൾക്ക് ഇപ്പൊ എനിക്കിപ്പോ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ തന്നെ ചെയ്യാൻ പറ്റില്ല. അതിന് ആ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ പ്രൊസീജിയർ ആണ് പിന്നീട് നമ്മൾ ഈ കോഴ്സിൽ ഇനി മുന്നോട്ട് പഠിക്കും. സോ ഇനി ഇവിടെ മുതൽ നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിംഗിൽ ഞാൻ കൂടുതലും സ്ക്രീൻസ് ആയിരിക്കും യൂസ് ചെയ്യുക, പ്രസന്റേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. പ്രസന്റേഷൻസ് യൂസ് ചെയ്ത് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. താങ്ക് യു, ബൈ.